തന്നെ ഉമ്മകൾ കൊണ്ട് മൂടിയ ലക്ഷ്മിയെ അമ്പരപ്പോടെ അവൻ നോക്കി. എന്താ, എന്തു പറ്റി നിനക്ക്? അത് അബിയേട്ടാ, ഇത്രയും ചോര, എന്താ പറ്റിയത്? എവിടെയെങ്കിലും മുറിഞ്ഞോ, അതോ അവൻ എന്തേലും ചെയ്തോ? തൻ്റെ കയ്യിലും നെഞ്ചിലുമൊക്കെ മുറിവ് നോക്കുന്ന ലക്ഷ്മിയെ അവൻ അത്ഭുതത്തോടെ നോക്കി. എൻ്റെ ലച്ചു, നീ ഇങ്ങനെ പേടിക്കാതെ, എനിക്കൊന്നും പറ്റിയില്ല. പിന്നെ ഒരാൾ നേർക്കുനേർ വന്നാൽ ഒക്കെ ഞാൻ പിടിച്ചു നിൽക്കും. പിന്നെ മരണം പുറകിൽ കൂടി ലോറിയായോ കത്തിയായോ മറ്റോ വന്ന ബാക്കി പറയും മുന്നേ ലക്ഷ്മി അവൻ്റെ വാ പൊത്തി. പെട്ടെന്നുണ്ടായ അവളുടെ പെരുമാറ്റത്തിൽ അവനൊന്ന് ഞെട്ടി. എന്നോട് ദേഷ്യമുണ്ടോ? മിണ്ടാതെന്ന് അവനെ നോക്കി അവൾ ഒന്നുകൂടെ ചോദിച്ചു. അബിയേട്ടാ, എന്നോട് ദേഷ്യമാണോ എന്ന്. അവൻ്റെ വാ പൊത്തി പിടിച്ച് അവളുടെ കൈകൾ അവൻ എടുത്തു മാറ്റി. ഇങ്ങനെ വാ പൊത്തി പിടിച്ചാലേ എങ്ങനെയാണ് പെണ്ണെ ഞാൻ മറുപടി പറയുക? അഭിലക്ഷ്മിയുടെ ഇടുപ്പിലൂടെ കൈയിട്ട് അവളെ തന്നിലേക്ക് ചേർത്തു നിർത്തി. സ്നേഹത്തിൽ അവൻ അവളുടെ നെറുകയിൽ ചുണ്ടമർത്തി. എന്നിട്ട് അവളോടായി പറഞ്ഞു, നീ ഇങ്ങനെ പേടിക്കാനൊന്നുമില്ല. ഞാൻ മീറ്റിംഗ് കഴിഞ്ഞിറങ്ങിയപ്പോൾ റോഡിലൊരു ആക്സിഡൻറ്റ്. പിന്നെ അവരെ ഹോസ്പിറ്റലാക്കി. ഫോണാണെങ്കിൽ സൈലൻ്റ് ആയിരുന്നു. അത്രേ ഉള്ളൂ. ഇനി ഇങ്ങനെ നിന്നാൽ പറ്റില്ല. ഞാനൊന്ന് ഫ്രഷ് ആവട്ടെ. അവനിൽ നിന്നും അവളെ അകറ്റിമാറ്റിയെങ്കിലും പൂർവാധികം ശക്തിയോടെ ലക്ഷ്മി അബിയെ ചേർത്ത് പിടിച്ചു. അകറ്റിമാറ്റാൻ കഴിയാതെ അവൻ അവളെ തന്നിലേക്ക് ഒന്നുകൂടെ ചേർത്ത് നിർത്തി. എനിക്കറിയാം ലച്ചു, നിനക്കെന്തൊക്കെയോ എന്നോട് ചോദിക്കാനുണ്ടെന്ന്. ആദ്യം ഞാനൊന്ന് ഫ്രഷ് ആവട്ടെ. പിന്നെ നല്ല തലവേദനയും. ആദ്യം നീ എനിക്കൊരു കോഫി കൊണ്ടുവാ. എന്നിട്ട് നമുക്കിരുന്ന് സംസാരിക്കാം, പോരെ? മതി എന്നർത്ഥത്തിൽ ലക്ഷ്മി തലകുലുക്കി. അബിയേട്ടനെങ്കിൽ ഫ്രഷ് ആവ്, ഞാൻ കോഫി കൊണ്ടുവരാം. അവനിൽ നിന്ന് അകന്നു പോവാൻ തിരിഞ്ഞതും അവൻ ഒന്നുകൂടെ അവളെ ശക്തിയിൽ ചേർത്ത് നിർത്തി. അവളുടെ കാതോരം ചെന്ന് മൃദുവായി പറഞ്ഞു, ഈ അഭിറാം വർമ്മ കിട്ടിയത് ഒന്നും തിരിച്ചു കൊടുക്കാത്ത ചരിത്രം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് കിട്ടിയ ഉമ്മയ്ക്കെല്ലാം കണക്കുണ്ട്. പലിശ കൂട്ടി മൊത്തത്തിൽ തിരിച്ചു തരും. അവൻ്റെ ഉതിർന്ന ചുടുനിശ്വാസം അവളുടെ ഹൃദയമിടിപ്പ് ക്രമാതീതമായി ഉയർത്തി. അവൻ്റെ ചുണ്ടുകൾ അവളുടെ പിൻകഴുത്തിൽ അമർന്നതും പൊള്ളിപ്പിഴഞ്ഞ പോലെ അവൾ അവൻ്റെ കൈത്തണ്ടയിൽ മുറുക്കെ പിടിച്ചു. ഞാൻ അബിയേട്ടന് കോഫി കൊണ്ടുവരാം. വിറക്കുന്ന ശബ്ദത്തോടെ ഒരുവിധം അവൾ പറഞ്ഞൊപ്പിച്ചു. അവൻ തൻ്റെ മുഖം അമർത്തി അവളെ ഒന്ന് നോക്കി. ആ നോട്ടം നേരിടാനാവാതെ ലക്ഷ്മി മുഖം കുനിച്ചു. എൻ്റെ ദൈവമേ, നിനക്ക് നന്ദി. ഇങ്ങനെ ഒരു കാഴ്ച കാണാനേ എനിക്ക് അവസരം തന്നല്ലോ എന്ന് മനസ്സിൽ കരുതി അവൻ അവളെ ഒന്നുകൂടെ നോക്കി. നിലത്തേക്ക് നോട്ടയിട്ടാണ് നിൽപ്പ്. ചിരി വന്നെങ്കിലോ അബി ചിരി കടിച്ചു പിടിച്ചു നിന്നു. എങ്ങാനും ചിരിച്ചു പോയ ലക്ഷ്മി ഭാവം കൈവിട്ട് ഭദ്രകാളിയായാലോ? എങ്കിൽ നീ കോഫി കൊണ്ടുവാ, ഞാൻ ഫ്രഷ് ആവട്ടെ. അത് കേട്ട പാതി കേൾക്കാത്ത പാതി ഉള്ള ജീവനം കൊണ്ട് ലക്ഷ്മി ഓടി വെളിയിൽ വന്നു. അവളുടെ ഓട്ടം കണ്ട് അബിക്ക് ചിരി വന്നു. എന്താ ഈ പെണ്ണിനെ പറ്റിയത്? പെട്ടെന്നൊരു മാറ്റം. അവൾക്ക് വട്ടായതാണോ, അതോ ഇനി എനിക്ക് വട്ടാണോ, അതോ ഇതിൻ്റെ ഇടയിൽ വേറെ എന്തെങ്കിലും നടന്നോ? മുഖത്ത് തെളിഞ്ഞൊരു ചിരിയോടെ ടവലെടുക്കാൻ കബോർഡ് തുറന്നതും പുറത്ത് ശക്തിയിൽ കിട്ടിയ അടിയിൽ അവനൊന്ന് പുളഞ്ഞു. തിരിഞ്ഞതും മുന്നിൽ സഞ്ജു. അമ്മ, എൻ്റെ പുറം നീ പള്ളിപ്പുറം ആക്കി. എന്തിനാടാ കാല എന്നെ അടിച്ചത്? അടിയല്ല, നിന്നെ കൊല്ലുക വേണ്ടത്. എവിടെയായിരുന്നു നീ ഇതുവരെ മനുഷ്യനെ പേടിപ്പിക്കാൻ? ഞാൻ നിന്നോട് പറഞ്ഞില്ലേ, എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ വിളിച്ചാൽ മതി, ഞാനും വരാമെന്ന്. അതൊക്കെ പോട്ടെ, എന്താ ഷർട്ടിൽ ഇത്രയും ചോര? എന്താ പറ്റിയത് നിനക്ക്? എൻ്റെ സഞ്ജു, ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു ആക്സിഡൻറ്റ്. പിന്നെ അവരെ ഹോസ്പിറ്റലാക്കി വന്നപ്പോൾ ഇത്ര നേരമായി. സോറിടാ, നീ പിണങ്ങിയോ എന്നോട്? ഞാനെന്തിനാ നിന്നോട് പിണങ്ങുന്നത്? ഞാൻ നിൻ്റെ ആരും അല്ലല്ലോ. എന്നോട് സ്നേഹം ഉണ്ടായിരുന്നുവെങ്കിൽ നീ ഒന്ന് വിളിക്കില്ലേ? ഞാൻ വെറുതെ ടെൻഷൻ അടിച്ചു. നിറഞ്ഞു വന്ന കണ്ണുകൾ സഞ്ജു തുടച്ചു. അയ്യേ, കരയുന്നു? ആമിയെങ്ങാനും കണ്ട നിന്നെ കളിയാക്കി കൊല്ലും. ഫോൺ സൈലൻ്റ് ആയിരുന്നു. സോറി സഞ്ജു. അത് പറഞ്ഞവൻ സഞ്ജുവിനെ കെട്ടിപ്പിടിച്ചു. നീ ഓഫീസിൽ തിരക്കല്ലേ, അതാ ഞാൻ വിളിക്കാഞ്ഞേ. വെറുതെ നീ എന്തിനാ അങ്കിളുടെ വഴക്ക് കേൾക്കുന്നേ? നിന്നിലും വലുതാണോ അബി എനിക്ക് ഓഫീസ്? മറ്റെന്തിനേക്കാളും എനിക്ക് പ്രിയപ്പെട്ടതാണ് നീ. ആമി വിളിച്ചു, നീ വന്നില്ല എന്ന് പറഞ്ഞ്. ഞാൻ വിളിച്ചിട്ടാണെങ്കിൽ നീ ഫോണും എടുത്തില്ല. ഒരു വിധത്തിലാണ് ഞാൻ ഇതുവരെ ഡ്രൈവ് ചെയ്ത് വന്നത്. അതും വല്ലതും നിനക്കറിയുമോ? സഞ്ജു അവൻ്റെ കൈ ചുരുട്ടി പിടിച്ച അബിയുടെ നെഞ്ചിൽ ഒരു ഇടി കൊടുത്തു. സഞ്ജു, എനിക്ക് നന്നായി വേദനിച്ചുട്ടോ. നീ എന്തിനാ പേടിക്കുന്നത്? രാഹുലിനെയാണോ? അവൻ എന്നെ ഒന്നും ചെയ്യില്ല. കാരണം അവൻ്റെ ഏറ്റവും വലിയ രഹസ്യം എൻ്റെ മനസ്സിലാണ്. അതറിയാതെ അവൻ എന്നെ കൊല്ലാൻ പോയിട്ട് നേരെ പോലും നോക്കില്ല. അതെന്താ അബി? അതൊക്കെ പറയാം സഞ്ജു, ഒരു സർപ്രൈസ്. അത് വിട്. നിന്റെ തലയിൽ കൂടി ഇവിടുത്തെ സിന്ദൂരച്ചപ്പ് കമന്നോ? മുഖം മുഴുവൻ സിന്ദൂരമാണ്. പോയി തുടച്ചു കളാ. അതോ അതെൻ്റെ ഭാര്യ എന്നെ ഒന്ന് സ്നേഹിച്ചതാണ്. കേട്ടത് വിശ്വസിക്കാനാവാതെ സഞ്ജു അബിയെ നോക്കി. നീ ലക്ഷ്മിയെ പറ്റിയാണോ പറയുന്നത്? അല്ല, എനിക്ക് ചുറ്റും ഒത്തിരി ഭാര്യമാരാണല്ലോ, അതിലേതേലും ആവും. ലക്ഷ്മി അല്ലാതെ എനിക്ക് വേറെ ഏത് ഭാര്യ?
എങ്കിലും അബി ഇതെങ്ങനെ? ഒരു പിടിയുമില്ല. എന്തായാലും സംഭവം കലക്കി. ഒരു പൂ ചോദിച്ചപ്പോൾ നിറയെ പൂവും കൊണ്ട് പോയ ട്രെയിൻ തലയിൽ വീണ സുഖം. ആ തലയിലെ എന്തേലും എടുത്തടിക്കാതെ നോക്കിക്കോ. കാല കിട്ടിയ ഉമ്മയുടെ ആ ഫ്ലോ അങ്ങ് പോയി. അതല്ല അബി, ഇനി രാവിലെ പറഞ്ഞിട്ട് ലക്ഷ്മി എങ്ങാനും. സഞ്ജു അത് പറഞ്ഞതും ഒരു സങ്കടത്തോടെ അബി അവനെ നോക്കി. ഞാൻ ലക്ഷ്മിക്കൊപ്പം ഒരു ജീവിതമാണ് സഞ്ജു ആഗ്രഹിച്ചത്. പക്ഷെ അവൾക്ക് വേണ്ടത് എൻ്റെ ജീവനാണെങ്കിൽ അങ്ങ് കൊണ്ടുപോട്ടെ. അവളുടെ കൈ കൊണ്ടാണ് എങ്കിൽ അത്രയും സന്തോഷം. അബി നീ എന്തേ പറയുന്നത്? അബി എന്തോ പറയാൻ വാ തുറന്നതും ലക്ഷ്മി കയറി വന്നു. അപ്പോൾ സഞ്ജു നിങ്ങൾ സംസാരിച്ചിരിക്കെ, ഞാനൊന്ന് ഫ്രഷ് ആവട്ടെ. നീ പോവല്ലേ? ഇല്ല, നീ വേഗം വാ. സഞ്ജു ലക്ഷ്മിയെ കണ്ടു ചിരിച്ചു. സഞ്ജു ഏട്ടന് കോഫി കുടിക്കുന്നോ? ലക്ഷ്മിയുടെ ചോദ്യത്തിൻ്റെ ഞെട്ടലിൽ അവൻ തല ഉയർത്തി നോക്കി. വേണ്ട ലക്ഷ്മി, ഞാൻ രാത്രിയിൽ കോഫി കുടിക്കില്ല. ആമിയെ കണ്ടില്ലേ? ഇല്ല, ഇറങ്ങുമ്പോൾ കാണാം. ഇങ്ങോട്ട് അബിയുടെ കാര്യത്തിലുള്ള ടെൻഷൻ കൊണ്ട് ധൃതിയിലാണ് വന്നത്. അതുകൊണ്ട് കാണാൻ കയറിയില്ല. എങ്കിൽ ഞാനിപ്പോൾ വരാം. ശരി. അബി കുളി കഴിഞ്ഞ് വന്നപ്പോൾ കിളി പോയ കണക്ക് നിന്ന ആലോചനയാണ് സഞ്ജു. എന്താ സഞ്ജു? അബി, ലക്ഷ്മി എവിടെയെങ്കിലും വീണോ? ഇല്ല. എന്താടാ? അല്ല, ആകെ ഒരു മാറ്റം. നേരത്തെ സഞ്ജീവ് എന്ന വിളിയിൽ നിന്നോടുള്ള എല്ലാ ദേഷ്യവും എന്നോടുണ്ടായിരുന്നു. ഇപ്പോൾ ആ സഞ്ജു ഏട്ട എന്ന വിളിയിൽ ഒരു സഹോദരിയുടെ സ്നേഹമാണ്. ഇതായിരുന്നു എൻ്റെയും അവസ്ഥ. ആ അബിയേട്ട എന്ന വിളിയിൽ നിനക്കുണ്ടായ അതേ ഫീല്. അതിൽ ഞാൻ വീണു. എനിക്ക് പെങ്ങളെ പോലെയാണ് തോന്നിയത്. നിനക്കും അങ്ങനെ തോന്നി? പിന്നെ ഞാൻ ഇത്ര കഷ്ടപ്പെട്ടത് പെങ്ങളാക്കാനല്ലേ? ഉള്ള ഒരുത്തിയെ കൊണ്ട് തന്നെ സമാധാനമില്ല. അപ്പോഴാണ്. അബി അവളെ ഒന്നും പറയില്ലേ, എൻ്റെ സ്വഭാവം മാറും. അപ്പം ശരി, ഞാൻ ഇറങ്ങട്ടെ. ഭാര്യ കോഫി കൊണ്ട് വച്ചേക്കുന്നതെടുത്ത് കുടി. നീ പിന്നെ രാത്രി കോഫി കുടിക്കില്ലല്ലോ? നാളെ പോയാൽ മതി സഞ്ജു. ഇനി ഡ്രൈവ് ചെയ്ത് പോവണ്ട. അതുമല്ല, നീ പോയ ഉടനെ എനിക്ക് ടെൻഷൻ തുടങ്ങും. 10 മിനിറ്റ് മതി, പിന്നെന്താ? അതുമല്ല, അച്ഛൻ പറഞ്ഞിട്ടുണ്ട് കല്യാണത്തിന് മുന്നേ ഭാര്യ വീട്ടിൽ താമസിക്കുന്നത് നാണക്കേടാണെന്ന്. അല്ലാതെ എനിക്ക് കൺട്രോൾ ഇല്ലാത്തത് കൊണ്ടല്ല കേട്ടോ പോകുന്നത്. അത് നീ മനസ്സിലാക്കണം. ഓഹോ, നീ പൊക്കോ. നിന്നെ ഞാൻ നിർബന്ധിക്കുന്നില്ല. വെറുതെ ഞാനെന്തിനൊരു പണി ഇരുന്ന് വാങ്ങുന്നത്. സഞ്ജു സൂക്ഷിച്ചു പോണേ. അപ്പം ഗുഡ് നൈറ്റ്. നീ നിന്റെ മനസ്സൊന്ന് തുറക്ക്. അബി, എല്ലാം ശരിയാവും. അതിനെല്ലാം മുന്നേ ഒരു ഷർട്ട് എടുത്തിട്. പാവം, അതിനെ പേടിപ്പിക്കാതെ. പിന്നെയും നിന്റെ മസിൽ കൂടിയോ എന്നാ എനിക്ക് ഡൗട്ട്. പിന്നെ പേടി എൻ്റെ ബോഡി കാണുമ്പോൾ. അവൾക്ക് ഏതോ ജപ്പാൻകാരനെയാണ് ഓർമ്മ വരുന്നതെന്ന്. എപ്പോൾ കണ്ടാലും ട്രോളാണ്. ആണോ? എനിക്ക് സന്തോഷമായി. നിനക്ക് ഇത് തന്നെ വരണം. ഇപ്പം നിനക്ക് മനസ്സിലായില്ലേ ജിമ്മിൽ പോയിട്ടൊരു കാര്യവും ഇല്ലാന്ന്? ഇതൊന്ന് പറഞ്ഞു ചിരിക്കാൻ ഇവിടെ ആരുമില്ല. ദേ സഞ്ജു. അയ്യോ, ഒന്നും പറയണ്ട. തെറി കേൾക്കാൻ തീരെ സമയമില്ല. ഞാൻ പോകുക, വിളിക്കാം. ശരി. സഞ്ജു പോയതും ഷർട്ടിട്ട് കോഫി കൈകൾ പിടിച്ച് അബി ബാൽക്കണിയിൽ ചെന്നു നിന്നു. മനസ്സ് മുഴുവൻ ലക്ഷ്മിയുടെ മുഖവും മുഖത്ത് മുഴുവൻ പരതി നടന്ന ചുംബനങ്ങളുടെ ചൂടുമാണ്. പെട്ടെന്ന് തൻ്റെ വയറിലൂടെ 2 കൈകൾ ചുറ്റി വരിഞ്ഞതറിഞ്ഞതും അബിയൊന്ന് പുഞ്ചിരിച്ചു. തിരിഞ്ഞു നോക്കാതെ തന്നെ ആ ഗന്ധം കൊണ്ടും സാമീപ്യം കൊണ്ടും അതാരാണെന്ന് അവന് മനസ്സിലായി. ലച്ചു. അവൻ്റെ സ്നേഹാർദ്രമായ ആ വിളിയിൽ അവനിൽ നിന്ന് അകന്നു അവന് അഭിമുഖമായി ലക്ഷ്മി നിന്നു. പൊന്നേ. പൊന്നല്ല, വെള്ളി. എൻ്റെ വായിൽ നിന്നൊന്ന് കേൾക്കരുത്. സ്നേഹത്തിൽ ചാലിച്ച സഞ്ജുവിൻ്റെ ഡയലോഗിൽ വീഴാതെ ആമി തിരിഞ്ഞിരുന്നു. എന്താ ആമി നിന്റെ പ്രശ്നം? നിങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ പൊന്നിനെ വേണ്ടിയിരുന്നില്ലല്ലോ. തിരിച്ചു വന്നപ്പോൾ ഒരു പൊന്ന് വിളി. അതിനാണ് എൻ്റെ ചക്കര പിണങ്ങിയത്. ഞാൻ അങ്ങോട്ട് അബി വരാത്ത ടെൻഷൻ അടിച്ചല്ലേ പോയത്. അവനെ കണ്ടപ്പോഴാണ് എനിക്ക് സമാധാനമായത്. ഞാൻ പേടിച്ചു പോയി. എനിക്കിപ്പോൾ അറിയണം, ഞാനാണോ അബിയാട്ടനാണോ നിങ്ങളുടെ കാമുകിയെന്ന്. കാമുകിയൊക്കെ നീ തന്നെ. അവൻ ജീവനും നീ ജീവിതവുമല്ലേ മോളെ. രണ്ടും ഇല്ലെങ്കിൽ പാവം ഞാനിങ്ങനെ ജീവിക്കും. ഇപ്പം നീ എനിക്കൊരു ഉമ്മതാ പ്ലീസ്. തൻ്റെ മുന്നിലേക്ക് കവൽ നീട്ടിയ സഞ്ജുവിനെ കണ്ട ആമിക്ക് ചിരി വന്നു. ഉമ്മയില്ല, നിങ്ങളുടെ മോന്ത നോക്കിയൊരു കുത്താണ് തരേണ്ടത്. എന്താ വേണോ? വേണ്ട. എൻ്റെ ദൈവമേ, എന്നിലും ഗതികെട്ടവൻ വേറെ ആരുണ്ട്? ഞാനും അബിയും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പിൻ്റെ പേര് പറഞ്ഞ് പുറത്തുനിന്ന് ഒരുത്തി വന്നാൽ വഴക്കിടും എന്നോർത്ത് അവൻ്റെ പെങ്ങളെ തന്നെ പ്രേമിച്ചത്. ഇപ്പോൾ അവൾക്ക് തന്നെ മുടിഞ്ഞ കുശുമ്പ്. ഓഹോ, അതാണ്. അല്ലാതെ എന്നോടുള്ള സ്നേഹം കൊണ്ടല്ലേ? ദേ സഞ്ജു ഏട്ടാ, ഇപ്പം എൻ്റെ കൺവെട്ടത്തിൽ നിന്ന് പോയാൽ നിങ്ങൾക്ക് കൊള്ളാം. അല്ലെങ്കിൽ ഉണ്ടല്ലോ കൊല്ലടി എന്നെ, കൊല്ല്. പകലത്തെ ഇത്രയ്ക്കും തിരക്ക് കഴിഞ്ഞ് വീട്ടിൽ പോയി ഒന്ന് ഫ്രഷ് പോലും ആവാതെ നിന്നെയും നിൻ്റെ ചേട്ടനെയും കാണാൻ വന്ന് എനിക്കിത് തന്നെ കിട്ടണം. എന്നെ പോലൊരുത്തനെ കിട്ടാൻ പുണ്യം ചെയ്യണം. സെൻറ്റി അടിക്കല്ലേ, ഏൽക്കില്ല. ഇതിലെ സ്വന്തം പെണ്ണിനെ സ്നേഹിക്കുന്ന ഒരുത്തനെ ഞാൻ ദിവസവും കാണുന്നതാണ്. പോയി പണി നോക്ക്, ഞാൻ കുറച്ച് ബിസിയാണ്. പിന്നെ നിൻ്റെ ബിസി
നീ ഇവിടെ മലമറിക്കുവല്ലേ? ഒരു കമ്പനി എം ഡി ആയ നിന്റെ ചേട്ടനില്ലല്ലോ ഇത്ര തിരക്ക്. ചേട്ടൻ തിരക്കില്ലെങ്കിലേ നിങ്ങൾ ചേച്ചിയെ മാറ്റി നിർത്തിയിട്ട് പോയി കൂടെയിരുന്നു. അല്ല പിന്നെ. എന്നെ കൊല്ല്, എനിക്ക് മടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് സഞ്ജു തൻ്റെ നെഞ്ചിൽ കൈകൊണ്ടിടിച്ചു. അയ്യോ സോറി സഞ്ജു ഏട്ടാ, ഇങ്ങനെ ഇടിക്കല്ലേ, നെഞ്ച് വേദന എടുക്കും. ആമി അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. നെഞ്ച് തടവി കൊടുത്തുകൊണ്ട് അവനോട് പറഞ്ഞു. വേദനയുണ്ടോ? ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ല. എങ്കിലും ആമി ഞാനൊരു കാര്യം പറയട്ടെ. എന്ത് സഞ്ജു ഏട്ടാ? അവന് നല്ല വേദനയായി കാണുമല്ലേ? ആർക്ക്? ആരുടെ കാര്യമാണ് സഞ്ജു ഏട്ടനീ പറയുന്നത്? അബിയുടെ. പാവം, നേരത്തെ ഇതുപോലെ ഒരടി അവൻ്റെ നെഞ്ചത്ത് ഞാൻ കൊടുത്തു. പാവം, അവന് നന്നായി വേദനിച്ച് കാണും. തൻ്റെ കയ്യിൽ നിന്നും പിടിവിട്ട് തന്നെ കലിപ്പിൽ നോക്കി നിന്ന് ആമിയെ കണ്ട് അവനൊന്ന് ചിരിച്ചു. അത് ആമി, ഞാൻ. ആമി കൂമി പൊക്കോണം, അല്ലെങ്കിൽ തലയടിച്ച് ഞാൻ പൊളിക്കും. അപ്പം ഞാൻ പോയിട്ട് നാളെ വരാം. അയ്യോ ശരി. സഞ്ജു പോയതും ആമി മനസ്സിലോർത്തു. 10 വാക്ക് പറഞ്ഞ അതിൽ 9 അഭിയേട്ടൻ മാത്രം. സ്വന്തം ചേട്ടനെ പറ്റിയായത് ഭാഗ്യം, അല്ലെങ്കിൽ കാണാം. ഇങ്ങനെ പോയാൽ ഇതിയാനെ ഞാൻ കൊല്ലും. തനിക്ക് നേരെ നിന്ന് അഭിയലക്ഷ്മി സ്നേഹത്തിൽ നോക്കി. അഭിയേട്ടാ. അതിന് മറുപടിയായി അവനൊന്ന് മൂളി. അഭിയേട്ടാ. ഇത്തവണയും അവനൊന്ന് മൂളി. അത് കണ്ടതും ലക്ഷ്മിക്ക് ദേഷ്യം വന്നു. അഭിറാം വർമ്മ. ആ വിളിയിൽ അഭി ചിരിച്ചുകൊണ്ട് അവളുടെ നേരെ നിന്നു. ഇതാണ്, ഞാൻ നിന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്തതല്ലേ? സഞ്ജുവേട്ടൻ ചോദിച്ച സംശയം അഭിയേട്ടനും ഉണ്ടോ? എന്ത്? ഒറ്റ ദിവസം കൊണ്ട് ഞാൻ എങ്ങനെ മാറിയെന്ന്? ഇല്ലാതില്ല. പിന്നെ സഞ്ജു പറയുന്നൊന്നും കാര്യമാക്കണ്ട. അവൻ എന്ത് ചെയ്താലും പറഞ്ഞാലും എന്നോടുള്ള സ്നേഹം മാത്രമാണ്. എൻ്റെ ജീവിതം എന്നേക്കാൾ ശ്രദ്ധിക്കുന്നത് അവനാണ്. സഞ്ജുവേട്ടനെ പോലെ ഒരാൾ നല്ലതാണ്. ആത്മാർത്ഥത, പിന്നെ വിശ്വസ്തത ചുറ്റുമുള്ളവരോട് കാണുക കുറച്ച് പേർക്ക് മാത്രം പറ്റുന്ന കാര്യമാണ്. കൂടുതൽ പേരും കൂടെ നിന്ന് ചതിക്കുന്ന മനുഷ്യരാണ്. നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? അവൻ, ആ രാഹുൽ, ഇത്രയും കാലം എന്നെ ചതിച്ചു. കൂടെ നടന്നവൻ എന്നെ വിഡ്ഢിയാക്കി. വെറുതെ വിടില്ല ഞാൻ അവനെ. തൻ്റെ മുന്നിൽ ദേഷ്യത്തിൽ നിൽക്കുന്ന ലക്ഷ്മിയെ അഭി നോക്കി. സത്യം പറഞ്ഞപ്പോൾ താൻ വിചാരിച്ചതും അപ്പുറത്താണ് അവളുടെ മനസ്സ്. ഒരു തുള്ളി കണ്ണുനീരാ കൺകോണിൽ നിറയുന്നില്ല. ലച്ചു, നീ വാ, നമുക്ക് അവിടെ ഇരുന്ന് സംസാരിക്കാം. വേണ്ട വീഴട്ട, ഇവിടെ നിന്ന ശരീരം തളർന്ന് താഴെ പോകുന്ന അവസ്ഥയിലൊന്നുമല്ല ഞാൻ. പക്ഷേ എനിക്കറിയണം എന്തിനായിരുന്നു അവൻ എന്നെ ചതിച്ചതെന്ന്. അതിൻ്റെ കാരണം അഭിയേട്ടൻ്റെ വായിൽ നിന്ന് തന്നെ കേൾക്കണം. വേറെ ഒന്നിനുമല്ല, അവന് വേണ്ടി ഓരോ നിമിഷവും ഈ മനസ്സിൽ ഞാൻ ഉണ്ടാക്കിയിരുന്ന മുറിവ് എത്ര വലുതാണ് എന്ന് ഇപ്പോൾ എനിക്കറിയാം. നിങ്ങളായിരുന്നു ശരി, നിങ്ങൾ മാത്രം. പക്ഷേ ഓരോ നിമിഷവും ഞാൻ സ്വയം വിശ്വസിച്ചു ഞാനായിരുന്നു ശരിയെന്ന്. അല്ലെങ്കിൽ ഞാൻ സ്നേഹിക്കുന്ന ആളാണ് ശരിയെന്ന്. സോറി, നിങ്ങളെപ്പോലെ ഒരാളെ മനസ്സിലാക്കാൻ എനിക്ക് പറ്റിയില്ല. കാരണം എനിക്ക് ശരിക്കുള്ള സ്നേഹം അറിയില്ല. നിങ്ങളെപ്പോലെ ആരും എന്നെ ഇതുവരെ ആത്മാർത്ഥമായി സ്നേഹിച്ചിട്ടില്ല. എൻ്റെ അച്ഛൻ പോലും. സ്നേഹിച്ചിരുന്നുവെങ്കിൽ അച്ഛൻ്റെ ജീവിതത്തിൽ എൻ്റെ അമ്മയുടെ സ്ഥാനത്ത് ചെറിയമ്മ വരില്ലായിരുന്നു. ഞാനിരുന്ന് കളിക്കേണ്ട മടിയിൽ നിർത്തിയിരിക്കില്ലായിരുന്നു. അച്ഛനെ ഞാൻ കുറ്റം പറയില്ല. സ്വന്തം ജീവിത സുഖം ആരാ ആഗ്രഹിക്കാത്തത്? ഒറ്റയ്ക്ക് പേടിച്ച് കിടന്ന് സ്വന്തം മോൾക്ക് കൂട്ടുകിടക്കുന്നതിലും അദ്ദേഹം ആഗ്രഹിച്ചത് തൻ്റെ പല സുഖവുമായിരുന്നു. അവിടെ നിന്ന് ഒരു 6 വയസ്സുകാരി പഠിച്ച പാഠങ്ങൾ വളരെ വലുതാണ്. പിന്നെ അഭിയേട്ടന് ഒരു കാര്യം അറിയുമോ? അവൻ്റെ കൈകൾ കൂട്ടിപ്പിടിച്ചുകൊണ്ട് അവൾ ചോദിച്ചു. എന്താ ലച്ചു? കൊച്ചു കുഞ്ഞുങ്ങളുടെ ചിരി കാണാൻ എന്ത് രസമാണല്ലേ. പക്ഷേ ഞാൻ ആഗ്രഹിച്ചിരുന്നത് എൻ്റെ നിത്യ എപ്പോഴും ഉറങ്ങണമെന്നായിരുന്നു. അറിയാതെ പോലും അവളൊന്ന് കരഞ്ഞാൽ ചെറിയമ്മയുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന തല്ലിൻ്റെ വേദനയായിരുന്നില്ല എന്നെ വേദനിപ്പിച്ചത്. എൻ്റെ അച്ഛൻ്റെ കണ്ണിലെ നിസ്സഹായാവസ്ഥയായിരുന്നു. പിന്നെ ഞാൻ കണ്ട പുരുഷൻ കണ്ണിൽ കാമം നിറച്ചാണ് എന്നെ നോക്കിയത്. പിന്നെ ചുറ്റും ഓരോ പുരുഷനിലും ഞാൻ കണ്ടത് അതേ കാമമാണ്. പക്ഷേ രാഹുൽ, അവനിൽ ഞാൻ കണ്ടത് ജീവിതം കൈവിട്ടവൻ്റെ ഒരു നിശ്ചല ഭാവമായിരുന്നു. പിന്നെ അഭിയേട്ടൻ, കണ്ണുകൾ സത്യം പറയാലോ, നല്ലതുപോലെ ഒന്നും ശ്രദ്ധിക്കാൻ ശ്രമിച്ചില്ല. നല്ലപോലെ എനിക്ക് ആരെയും മനസ്സിലാക്കാൻ അറിയില്ല. അല്ലെങ്കിൽ അവൻ എന്നെ ചതിക്കില്ലായിരുന്നു. അവൻ പറഞ്ഞ പോലെ രാഹുൽ നല്ലൊരു നടനാണ്, ഞാൻ നല്ലൊരു കോമാളിയും. ഇന്ന് രാഹുൽ ചോദിച്ചൊരു ചോദ്യം ഞാൻ അഭിയേട്ടനോട് ചോദിക്കട്ടെ? ചോദ്യം എന്താ എന്നറിയാൻ അഭി നിറഞ്ഞ കണ്ണുമായി ലക്ഷ്മിയെ നോക്കി. വർമ്മ ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ MD അഭിറാം വർമ്മയുടെ ഭാര്യയായിരിക്കാൻ എന്ത് യോഗ്യതയാണ് എനിക്കുള്ളത്? പ്ലീസ് പറ അഭിയേട്ടാ.